Welcome, my dear friends. How are you? Let's learn phrasal verbs today. What are phrasal verbs? Phrasal verbs are formed by combining a main verb with one or more particles, which are typically adverbs or prepositions. മെയിൻ വേർബിന്റെ കൂടെ ഒന്നോ അതിലധികമോ പാർട്ടിക്കിൾസ് ചേർത്തുകൊണ്ടാണ് ഫ്രേസൽ വേർബ് ഫോം ചെയ്യുന്നത്. പാർട്ടിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡ്വർബ് അല്ലെങ്കിൽ പ്രിപ്പസിഷൻ ആണ്. മെയിൻ വേർബിന്റെ കൂടെ ആഡ്വർബ് അല്ലെങ്കിൽ പ്രിപ്പസിഷൻ, അതുമല്ലെങ്കിൽ ഇവ രണ്ടും ചേർത്തുകൊണ്ടും നമുക്ക് ഫ്രേസൽ വേർബ്സ് ഉണ്ടാക്കാൻ സാധിക്കും. Addition of these particles creates a new meaning that is often different from the original verb. മെയിൻ വേർബിന്റെ കൂടെ പാർട്ടിക്കിൾ ചേർക്കുമ്പോൾ വേർബിന്റെ തനതായ അർത്ഥത്തിൽ നിന്ന് മാറി പലപ്പോഴും വ്യത്യസ്തമായ ഒരു ഇഡിയോമാറ്റിക് അർത്ഥമാണ് ഫ്രേസൽ വേർബിന് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഫ്രേസൽ വേർബ്സ് ഫോം ചെയ്യുന്നത് ഉദാഹരണ സഹിതം നോക്കാം. ടേൺ ഓഫ് മീൻസ് സ്വിച്ച് ഓഫ്, ഓഫ് ചെയ്യുക എന്നർത്ഥം. ഇവിടെ ടേൺ എന്നത് മെയിൻ വേർബും ഓഫ് എന്നത് ആഡ്വർബുമാണ്. ലുക്ക് ആഫ്റ്റർ, ടു ടേക്ക് കെയർ ഓഫ്, എന്നാൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ പരിചരിക്കുക. ഇവിടെ ലുക്ക് എന്നത് മെയിൻ വേർബും ആഫ്റ്റർ എന്നത് പ്രിപ്പസിഷനുമാണ്. ഗെറ്റ് അവേ വിത്ത് മീൻസ് എസ്കേപ്പ് പണിഷ്മെന്റ് ഓർ അവോയ്ഡ് കോൺസിക്വൻസസ്, അതായത് ശിക്ഷ ലഭിക്കാതിരിക്കാൻ രക്ഷപ്പെടുക. ഗെറ്റ് എന്നത് വേർബ്, അവേ എന്നത് ആഡ്വർബ്, with എന്നത് preposition. In some phrasal verbs consisting of a verb and an adverb, the object can be placed between them. But this is not possible in all phrasal verbs. വേർബിനൊപ്പം ആഡ്വർബ് ചേർത്ത് രൂപപ്പെടുന്ന രണ്ട് വാക്കുകളുള്ള ചില ഫ്രേസൽ വേർബുകളിൽ ആഡ്വർബ് ചിലപ്പോൾ ഓബ്ജക്റ്റിന് ശേഷം വരാം. എക്സാമ്പിൾ, ടേൺ ഓഫ് ദ ലൈറ്റ്, ടേൺ ദ ലൈറ്റ് off. The light എന്നത് ഓബ്ജക്റ്റ് ആണ്. Now let's move on to the phrasal verbs along with the example sentences. Get up, to rise from bed. എഴുന്നേൽക്കുക. I get up at 5 a.m. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. Got up late yesterday. അവൾ ഇന്നലെ വൈകിയാണ് എഴുന്നേറ്റത്. Gets up late on holidays. അവൾ ഒഴിവു ദിവസങ്ങളിൽ വൈകിയാണ് എഴുന്നേൽക്കാറ്. In phrasal verbs, the main verb changes with tense and subject, but the particle, that is adverb or preposition, stays the same. Phrasal verbിലെ പ്രധാന verb, subject, tense ഇവയ്ക്കനുസരിച്ച് മാറും. പാർട്ടിക്കിൾ എപ്പോഴും ഒരുപോലെ ഇരിക്കും. ആദ്യത്തെ വാചകത്തിൽ verb സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, രണ്ടാമത്തെ വാചകത്തിൽ വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, മൂന്നാമത്തെ വാചകത്തിൽ വേർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. വെർബ് ആയിട്ടുള്ള ഗെറ്റിനാണ് മാറ്റം വന്നിരിക്കുന്നത്. പാർട്ടിക്കിൾ ആയിട്ടുള്ള അപ്പ് എന്നതിന് മാറ്റം വരുന്നില്ല. ഗെറ്റ് ഇൻ ടു മീൻസ് ടു എൻറ്റർ ഓർ ടു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ. അകത്തു പ്രവേശിക്കുക അല്ലെങ്കിൽ താല്പര്യം തോന്നുക. മെനി ഫ്രേസൽ വേർബ്സ് ഹാവ് മോർ ദാൻ വൺ മീനിങ്. The meaning depends on the context of the sentence. ചില ഫ്രേസൽ വേർബുകൾക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് അർത്ഥം മാറുന്നത്. He got into the car എന്നാൽ അവൻ കാറിൽ കയറി എന്നാണ് അർത്ഥമാക്കുന്നത്. She is getting into music എന്നാൽ അവൾക്ക് സംഗീതത്തിൽ താല്പര്യം വളരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. They got into trouble എന്നാൽ അവർ പ്രശ്നത്തിൽ അകപ്പെട്ടു എന്നാണ് അർത്ഥം. Get over. Get over means to recover from. മുക്തമാവുക, ഭേദമാകുക അല്ലെങ്കിൽ മറികടക്കുക. She got over the illness. അവൾ അസുഖത്തിൽ നിന്നും മുക്തി നേടി. I cannot get over the shock. എനിക്ക് ആ ഞെട്ടലിൽ നിന്നും മറികടക്കാനാവുന്നില്ല. He is getting over his failure. അവൻ അവന്റെ പരാജയത്തിൽ നിന്നും മുക്തനാവുകയാണ് അല്ലെങ്കിൽ അവൻ അവന്റെ പരാജയത്തെ മറികടക്കുകയാണ്. ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ നിന്നും മുക്തി നേടുന്ന അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മറികടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗെറ്റ് ഓവർ എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കാവുന്നതാണ്. പുട്ട് ഔട്ട്, ടു എക്സ്റ്റിംഗ്വിഷ് അഥവാ അണയ്ക്കുക. പബ്ലിഷ് അഥവാ പ്രസിദ്ധീകരിക്കുക, പുറത്തിറക്കുക അല്ലെങ്കിൽ വിപണിയിൽ ഇറക്കുക എന്ന അർത്ഥത്തിലും പുട്ട് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്.
He put out the fire. അവൻ തീ അണച്ചു. Please put out the candle. ദയവായി മെഴുകുതിരി അണയ്ക്കൂ. Company has put out a new product. കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം വിപണിയിൽ ഇറക്കിയിരിക്കുന്നു. Put off. Put off means to postpone. മാറ്റിവെക്കുക. ഒരർത്ഥം കൂടിയുണ്ട്, to discourage. To cause someone to lose interest. നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ താല്പര്യം കുറയ്ക്കുക. We put off the meeting. ഞങ്ങൾ യോഗം മാറ്റിവെച്ചു. Don't put off your work. നിന്റെ ജോലി മാറ്റിവെക്കരുത്. The noise put them off their work. ശബ്ദം അവരുടെ ജോലിയിലെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി. ഇവിടെ put എന്ന വേർബിന് ശേഷം ഓബ്ജക്റ്റ് ആയ them ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് off എന്ന പാർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. Put up with. Put up with means to tolerate. സഹിക്കുക. വേർബിന്റെ കൂടെ രണ്ട് പാർട്ടിക്കിൾസ് ചേർത്തുകൊണ്ടാണ് ഫ്രേസൽ വേർബ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പ് പിന്നെ വിത്ത്. ഇവിടെ അപ്പ് എന്നത് ആഡ്വർബും വിത്ത് എന്നത് പ്രിപ്പോസിഷനുമാണ്. Put up with is a three-word phrasal verb consisting of a verb, an adverb and a preposition. It is a fixed expression. We cannot separate it. I cannot put up with this noise. എനിക്ക് ഈ ശബ്ദം സഹിക്കാൻ കഴിയുന്നില്ല. She put up with him for years. അവൾ വർഷങ്ങളോളം അവനെ സഹിച്ചു. They are putting up with many problems. അവർ പല പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാചകങ്ങളിൽ സബ്ജക്റ്റ്, ടെൻസ് എന്നിവയ്ക്കനുസരിച്ച് വേർബിന് മാറ്റം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. Put down. Put down means to place അഥവാ വെക്കുക. To insult അപമാനിക്കുക അല്ലെങ്കിൽ ചെറുതാക്കി കാണുക. Write എഴുതുക. He put down the bag. അവൻ ബാഗ് താഴെ വെച്ചു. She put him down in front of others. അവൾ മറ്റുള്ളവരുടെ മുന്നിൽ അവനെ അപമാനിച്ചു, എങ്കിൽ അവൾ മറ്റുള്ളവരുടെ മുന്നിൽ അവനെ ചെറുതാക്കുന്ന രീതിയിൽ പെരുമാറി. Please put down your name. ദയവായി നിങ്ങളുടെ പേരെഴുതുക. Put on. Put on means to wear ധരിക്കുക. To switch on ഓൺ ആക്കുക അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക. To gain weight ഭാരം കൂടുക. She put on a saree. അവൾ ഒരു സാരി ധരിച്ചു. Please put on the light. ദയവായി ലൈറ്റ് ഓൺ ചെയ്യുക. She has put on weight. അവളുടെ ഭാരം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഭാരം കൂടിയിട്ടുണ്ട്. Put in to invest time or effort. സമയം അല്ലെങ്കിൽ പരിശ്രമം ചെലവഴിക്കുക. To submit officially. സമർപ്പിക്കുക അല്ലെങ്കിൽ നൽകുക. എങ്കിലും കംപ്ലൈന്റോ റിക്വസ്റ്റോ അപ്ലിക്കേഷനോ കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് put in എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കാവുന്നതാണ്. She put in a lot of effort to complete the project on time. പ്രോജക്റ്റ് സമയത്ത് പൂർത്തിയാക്കാൻ അവൾ കഠിനമായി അധ്വാനിച്ചു. He put in the SIM card. അവൻ സിം കാർഡ് ഇട്ടു. ഇവിടെ put in എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് to insert അഥവാ ഇടുക എന്നാണ്. They have put in a complaint. അവർ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഒരു പരാതി നൽകി. Now let's pause here. Dear learners, with this we are winding up the first part of common phrasal verbs. കൂട്ടുകാരെ, ഇതോടെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഫ്രേസൽ വേർബ്സിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. We have covered the important points in this part. ഈ ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope the explanations were clear to you. Please revise these phrasal verbs carefully. Try to use them in your daily conversations. ദൈനംദിന സംസാരത്തിൽ ഇവ ഉൾപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിച്ചു നോക്കുക. In the next video, we will continue with more common phrasal verbs. If you find this video helpful, please like, share and subscribe to the channel. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. Thank you for watching. Have a wonderful day.